ഹർഷോ, എന്താപ്പാ അന്റെ കയ്യിൽ പൈസ എന്താ ഉള്ളത്? എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ ഉള്ള പൈസ കുറച്ച് വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് പുതിയൊരു EV-ൻ്റെ X1 ഉപ്പാന്റെ കയ്യിൽ പൈസ ഒന്നുമില്ലേ? ആ അപ്പൊ കുറച്ച് അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിലത്തെ എൻ്റെ കാര്യത്തിൽ. അടുത്തൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഫോണ് മാറ്റാനാണ്. ഇപ്പോൾ ഐഫോണിൻ്റെ 16 അവിടെ ഉണ്ട്. എടാ, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. അപ്പൊ ഉമ്മ ഇപ്പൊ ഒന്ന് രാവിലെയും പറഞ്ഞു. അപ്പൊ എന്തേലും പൈസ ഉണ്ടെങ്കിൽ അതാ ചോദിച്ചത്. എൻ്റെ അടുത്തൊന്നും ഇല്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് റോൾ ചെയ്തേക്ക്. അപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ. അല്ല, നിങ്ങളിപ്പോൾ ഇത്രയും ഗൾഫിൽ ഇപ്പം നിന്നില്ലേ? എടാ, ഈ നല്ലൊന്നും അയക്കാൻ പോണില്ല. പൈസയൊക്കെ എന്താ കാട്ടുന്നു പിന്നെ? അല്ല, എനിക്കും ഇല്ല ഇപ്പൊ കുറെ പണി. കാരണം ഡ്രസ് എടുക്കണം, വണ്ടി അടിക്കണം, ഇതൊക്കെ അല്ലേ. ഫോണിന് EMI ഇപ്പാണ് തീർന്നിട്ടുള്ളൂ. ഇനിയിപ്പം ബുള്ളറ്റ് മാറ്റിയിട്ട് എന്താ പറയാ, EV-ന്റെ നെക്സോ അതൊന്ന് വാങ്ങാനുള്ള പരിപാടി ഉണ്ട്. എടാ, നമ്മളെല്ലാരും കൂടി ഒന്നിച്ച് നിന്നാലല്ലേ നമ്മളെ വീട് മുന്നോട്ട് പോവുള്ളൂ. ഒന്നിച്ചല്ലേ നിക്കണേ. അല്ല, ഈ വീട്ടിലേക്ക് ഒരു പൈസയും കൊടുക്കണില്ലല്ലോ, ഒന്നും ചെലവാക്കണില്ല. നിങ്ങൾ ഈ പണിയെടുക്കണ പൈസ ഒക്കെ നിങ്ങളിപ്പോ എന്താ കാട്ടണേ? ഉപ്പന്നല്ലേ ഇത്ര കാലം മോനെ കുടുംബം നോക്കിയിരുന്നത്. നിങ്ങൾ എന്ത് നോക്കിയെന്നാ ഇപ്പൊ പറയണേ? ഗൾഫിൽ നിന്നിട്ട് എന്റെ ഒരു ആയുസ് മൊത്തം ഞാൻ അവിടെ ഓപിച്ചിട്ടല്ലേ പോകുന്നുള്ളു. ഞാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അന്ന് ആ കോളേജിലെ സെമസ്റ്റർ ഫീസ് ഒക്കെ അടയ്ക്കാൻ സമയത്ത് നിങ്ങളോട് പൈസ ചോദിച്ചപ്പോ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു. ആ ഒരൊറ്റ സെമസ്റ്റർ അല്ലേ? ആ സമയത്തല്ലേ ഇപ്പാന്റെ എക്കാമയും മറ്റു കാര്യങ്ങളൊക്കെ പുതുക്കേണ്ട ആവശ്യം അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ പൈസ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് ഒരു ചങ്ങായിനോട് റോൾ ചെയ്ത് പലിശക്ക് വാങ്ങിക്കുക. എന്നിട്ട് ഞാൻ പണിയെടുത്തിടാ വീട്ടിൽ. നിങ്ങളോട് പൈസ ചോദിച്ചപ്പോ ഒന്നിന് മാത്രം ആയില്ല എന്നല്ല പറഞ്ഞു. സ്വാഭാവികല്ലേ മോനെ, മക്കള് വലുതാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? മക്കള് പഠിക്കണ സമയത്തെ വാപ്പാരാണ് നോക്കണ്ടേ, വളർത്തണ്ടേ. നിങ്ങള് ഗൾഫ്, നിങ്ങളെ പെങ്ങന്മാരെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി കുറെ ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് ആരെങ്കിലും ഇപ്പൊ തിരിഞ്ഞു നോക്കണം? നിങ്ങളെ 4 പെങ്ങന്മാരെ ഞാൻ കെട്ടിച്ചു വിട്ടില്ലേ? നിങ്ങളെന്നെ 2 മക്കളെന്നെ വലുതാക്കി ഉണ്ടാക്കിയില്ലേ? എന്തെങ്കിലും ഗുണമുണ്ടോ? ഓരാരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? ആ ഗുണം എന്റെ അടുത്തൊന്നും ഉണ്ടാവണില്ലല്ലോ. അതാണ് ഞാൻ ചോദിക്കണത് ഉപ്പ. അല്ല, ഞാനൊന്നിനും ആവട്ടെ. നിങ്ങൾ അതിന് മുമ്പ് എന്റെ അടുത്ത് കഴിഞ്ഞ എന്റെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ചതല്ലേ, അത് വാങ്ങിയും ചെയ്തത്. അതിനെ കുറിച്ച് ഒരു വർത്താനം ഇല്ലല്ലോ. ഒരു ഉപ്പ മകന്റെ അടുത്ത് പൈസ വാങ്ങിയതിന് കണക്ക് പറയണം, അല്ലെങ്കിൽ കണക്ക് സൂക്ഷിക്കണം. അല്ല, നിങ്ങൾ തരാന്ന് പറഞ്ഞിട്ടാണല്ലോ പൈസ വാങ്ങിയത്. അത് കണക്ക് നോക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോ 1,00,000 പുറത്തുണ്ടാവും. ഞാൻ പണിയെടുത്ത പൈസ അല്ലേ. ആരോടെ ഈ കണക്ക് പറയുന്നു? ഉപ്പാനോട്. അന്തപ്പാനോട് കണക്ക് പറയാൻ പറ്റൂല. പൈസന്റെ ഇത് കാര്യത്തിൽ എല്ലാവർക്കും ഒന്നു തന്നെയാണ്. വാപ്പയും ഉമ്മയും ഒക്കെ കണക്ക് തന്നെയാണ്. ഇത്ര കാലം ഉപ്പ കഷ്ടപ്പെട്ടിട്ട് നിന്നെ വളർത്തി ഉണ്ടാക്കിയില്ല മോനെ. നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടെന്ന് വളർത്തി? മക്കളാവുമ്പോ ഇങ്ങനെ ഒരു വയസ്സിനനുസരിച്ച് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കും. അതിന് വാപ്പാര് ഇതാക്കിന്നൊന്നും ഇങ്ങനെ വലിയ വെറുതെ വായു തിന്ന് വലുതാവുന്ന. പിന്നെ കുറെ കാലമായിട്ട് ഞാൻ എന്റെ ചെലവിൽ തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ എനിക്കൊരു ഡ്രസ്സും കാര്യങ്ങളും വാങ്ങി തന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ വലിയ ആളായാലും ജോലിക്ക് പോകാൻ തുടങ്ങിയില്ലേ? അതുകൊണ്ട് ഇപ്പൊ എത്ര കാലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. നിങ്ങൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട സമയത്താണല്ലോ ഞാൻ അവിടെ പഠിച്ച സമയത്തൊക്കെ ഞാൻ പല സ്ഥലത്തുനിന്ന് റോൾ ചെയ്തിട്ടാണ് ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി. നിങ്ങൾക്ക് വേണ്ടിട്ട് തന്നെയല്ലേ ഞാൻ വേണ്ടിട്ട് ചെയ്തതാണ് വാപ്പ പറയണേ. ആൾക്ക് വേണ്ടി ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്റെ അറിവിൽ ഒന്നും ചെയ്തിട്ടില്ല. അറിവിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ജനിച്ച നിമിഷം അമ്മമാരാണ് എന്റെ സെമസ്റ്ററിന്റെ ഫീസിൽ കൂടുതലും കൊടുത്തത്. നിങ്ങൾ ഗൾഫിൽ പോയിട്ട് നിങ്ങൾ എന്താ എനിക്ക് അയച്ചത്? ഏതോ ഒരു സെമസ്റ്ററിന് എന്തോ ചില്ലറ അയച്ചെന്നാണ്. ബാക്കി പിന്നെ വാക്കാക്കാണ് അയച്ചത്. എടാ, ഇത് ഒരു കുട്ടി ജനിച്ച ആ നിമിഷം മുതൽ ഇത്രയും വലുതായി വരുന്ന വരെ ഉപ്പയും ഉമ്മയും കൂടിയിട്ട് തന്നെയല്ലേ വലിയ വലുതാക്കല്. നിങ്ങൾ ഇത്രയും കാലം ഗൾഫ് 10-40 കൊല്ലമായില്ലേ ഗൾഫിൽ. നിങ്ങൾ വർഷത്തിൽ 1-2 അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോ ഒരു മാസം വന്ന് നിന്ന് പോകണം. നിങ്ങൾ എന്ത് നോക്കിയെന്ന് പറയണേ? എന്റെ അമ്മ തന്നെയാണ് എന്നെ നോക്കിയത്. അതെ, എന്റെ ഉമ്മാക്ക് നോക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താരാ? പിന്നെ നിങ്ങൾ വെറുതെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടിട്ടാണ്. എന്റെ അടുത്ത് പൈസ ഇല്ല. നിങ്ങൾ മുമ്പ് തന്ന പൈസ ആദ്യം തരും. ആരോടെ കണക്ക്? എന്താ നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? നിങ്ങൾ എന്താ ഞാൻ എന്താ പൈസ ഇങ്ങനെ എടുത്തരാനുള്ള അച്ചടിക്കുന്ന മെഷീൻ എന്തായാലും? തീർച്ചയായിട്ടും ഒരു ആൺകുട്ടി വലുതായ അത് പ്രതീക്ഷിച്ചിട്ട് തന്നെ ഒരു തന്റെയും തള്ളിയും ജീവിക്കണത്. ഒരു അവസരം മക്കളുടെ പ്രതീക്ഷ. നിങ്ങൾക്കും ഇല്ല ആരോഗ്യം. നിങ്ങൾ ഒന്നിനു മാത്രം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കി ജീവിക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ എന്താ മക്കള് ആൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പൈസ ഉണ്ടാക്കാനുള്ള മെഷീൻ അല്ല. അത് ആദ്യം മനസ്സിലാക്കി. കുടുംബം നോക്കൂലെന്നാ ഈ പറയുന്നത്? ഞാൻ നോക്കും. എനിക്ക് കല്യാണം കുട്ടികളൊക്കെ ആവട്ടെ, അപ്പൊ ഞാൻ നോക്കും. എന്റെ കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ എങ്ങനെയാ നോക്കേണ്ടതെന്നുള്ളത്. അല്ല, നിങ്ങൾ ഈ നാക്കണ മാതിരിയല്ല. ഇല്ല പിന്നെ അതെ, ആ വാച്ച് ഇങ്ങോട്ട് എന്താണ്? ഇത് ഞാൻ തന്നാണ്. നിങ്ങൾക്ക് എന്താ പറയാ? നിങ്ങൾക്ക് ഞാൻ വേറെ ഗിഫ്റ്റ് തന്നല്ലേ? എന്ത് ഗിഫ്റ്റ് തന്നേ? ഇതിന് എത്ര വില ഉണ്ടെന്ന് അറിയോ? നിങ്ങളിപ്പോ ഈ പണിക്കും പോവാതെ എന്താ പറയാ എന്റെ പൈസ ആയിട്ട് തിന്നാനായിട്ട് നടക്കുക. ഒന്ന് പോയാണോ വാപ്പ അവിടുന്ന്? ഇല്ല. പിന്നെ നിങ്ങളിപ്പോ വന്നിട്ട് 2 മാസം കഴിഞ്ഞല്ലോ. ഇല്ലാന്ന് നിങ്ങൾ സാധാരണ എന്താ പറയാ 2 മാസത്തിൽ കൂടുതൽ ഇവിടെ നാട്ടിൽ നിൽക്കില്ലല്ലോ. നിങ്ങൾക്ക് പോയിക്കൂടെ? ഇല്ലാന്ന് ഇപ്പൊ നാട്ടുകാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ പോവാത്തേന്ന്. ഇല്ല. പിന്നെ പൈസ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ പൈസ ചോദിച്ച് വെറുപ്പിക്കല്ലേ. കുറെ പൈസ വാങ്ങി അതാ. ഓ എന്റെ അമ്മ, എന്തൊരു ചൂടാ എല്ലായിടത്തും. ഇതെന്താ പോയില്ലേ? പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയേ.
ഇവിടൊക്കെ അയ്യേ ഇതെന്തിനാ കണ്ണറിഞ്ഞിക്കണേ? മക്കളൊക്കെ വലുതായപ്പോഴേ കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ടുള്ള കരച്ചില്. നിങ്ങൾ ഓനോട് ചോദിച്ചോ? ഈ പറഞ്ഞിട്ടല്ലേ ഞാൻ ചോദിച്ചത്. തന്റെ മകനും തന്നോളം പോകാൻ താനെന്ന് വിളിക്കണം എന്നാ. ഞാനത് വിളിക്കാൻ മറന്നുപോയി. നിങ്ങൾ എവിടുക്കാ? അർഷു, അർഷു, ഇങ്ങോട്ട് ഇറങ്ങി വേണം. ഈ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരും. മര്യാദക്ക് ഇറങ്ങിക്കോ. ഇറങ്ങി വേണം. ഇങ്ങോട്ട് ഇറങ്ങി വേണം. എന്താണ്? എന്താ ഈ എന്താടാ ഉപ്പച്ചോട് പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞിട്ടില്ലേ? അപ്പോത്തിന് അവിടെ വന്ന് എല്ലും കൂടി വിളമ്പില്ലേ? ആ എല്ലാം പടം വിളമ്പി. എന്തേ അനക്ക് പറ്റിയില്ലേ? എന്താ എനിക്ക് പൈസ കൊടുക്കപ്പോ പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നപ്പോ ഞാൻ 1,00,000 റുപ്യേനെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പോരാത്ത 1000 2000 ഒക്കെ ആയിട്ട് അതും വേറെ വാങ്ങി മൂപ്പര് കുറെ. എന്താണ്? എന്താ അല്ല ഇവിടെ കണക്ക് പറയാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകുന്നത്? എന്താ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഉണ്ടാക്കിയ ജോലിയാണ്. എനിക്ക് കിട്ടണ പൈസ മുഴുവൻ എന്റെ വാപ്പ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചങ്ങായി മേടിച്ച ലാക്ടോജന്റെ പൗഡറിന്റെ പൈസ എടുക്കടാ ഈ ഒരു രാജി മേടിച്ചതിന്റെ പൈസ എടുക്കടാ. അനക്കട ആൾ നോക്കി പൈസ എടുക്കടാ. എന്റെ കെട്ടിയ തന്നെ തൊട്ട് കാരണം ഞാൻ പറഞ്ഞിട്ടോ എന്റെ അടുത്ത് വന്ന് ചോദിച്ചത്. യോ ഇതിനുള്ളിൽ ഒരു ഉറപ്പ് ചെലവാക്കണില്ല. നിന്നെ കൊണ്ട് കൂടുതൽ അന്ന നോക്കാന്. ഈ കണ്ട കാലം നോക്കി എന്റെ കണക്കിന്റെ കെട്ടിനോട് പറയൊക്കെയാടാ. അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയിമ പിടിച്ച് തൂങ്ങണ സ്വഭാവം. പിന്നെ എന്തിനാണ് അന്നെ നോക്കി ഉണ്ടാക്കണത്? പിന്നെ എന്തിനാണ് നോക്കി ഉണ്ടാക്കണത്? ഞാൻ പൈസ കൊടുക്കില്ലേ? എന്ത് കൊടുത്ത് അമ്മാനിച്ച് എന്നോട് പൈസ ചോദിച്ചോ? അമ്മാനിച്ച് എന്നോട് പൈസ ചോദിച്ചാണ്. ആ പൈസ ചോദിച്ചു കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. എന്തേ? എന്നാലേ എന്റെ മോന്റെ സൗകര്യത്തിന് ആ മനുഷ്യൻ അധികം ഉണ്ടാവില്ല. എന്താ എന്റെ വാപ്പാക്ക് എന്താ കുഴപ്പം? ഈ പ്രശ്നം എന്താ? എങ്ങനെ ഇത്ര നേരത്തെ കാലത്ത് പോണെന്ന് എനിക്കറിയോ? ആ മൂപ്പർക്ക് എന്താ പറയാ ഗൾഫ് പോരാന്നും പറഞ്ഞിട്ടല്ലേ അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞേ. മൂപ്പർക്ക് അവിടെ എന്താ ചൂട് മാങ്ങാത്തൊല്ലിന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ വല്ലാതെ വാപ്പാക്കിട്ട് ഇങ്ങനെ വക്കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ എന്താ പറയാ എനിക്ക് പറ്റണ മാതിരിയൊക്കെ ഞാൻ വാപ്പാനെ സഹായിച്ചിട്ടുണ്ട്. ഇനി കുറെ എന്റെ അടുത്ത് നിന്ന് പൈസ ചോദിക്കരുത്. ഞാൻ തരൂല്ല. വേണ്ടില്ല അന്റെ സഹായം ഞങ്ങൾക്ക് അധികം വേണ്ടില്ല. മൂപ്പരാള് വന്നിട്ടേ സീറ്റ് എടുത്തിട്ടാ ഇവിടെ ഒപ്പം നടക്കണത്. എന്താ മൂപ്പര അസുഖം നിനക്കറിയോ? ഇനി എത്ര കാലം ഉണ്ടാവും നിനക്കറിയോ? ഇനി ഒന്നും കുറെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല. മാത്രല്ല അന്നങ്ങനെ തീറ്റി പോറ്റാനും മൂപ്പരാൾ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു സാധനം മേടിച്ചില്ലേ എന്റെ കനോട് കണക്ക് പറഞ്ഞത്? അനക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നുണ്ടാ? അനക്ക് പഠിച്ചാണ് ഈ കോലം വരെ എത്തിച്ചില്ലേ? അന്റെ പങ്ങളെ കെട്ടിച്ചില്ലേ? ഇപ്പൊ അതിന് പണിക്ക് പോകാൻ വയ്യാഞ്ഞിട്ടാ വന്നിക്കണത്. ഈ കണ്ട കാലത്ത് പേറല്ലായിരുന്നു ഗൾഫിലിത്. പക്കണ്ട കണക്ക് അറിയണോ? ആദ്യം അങ്ങനോട് പോയിട്ട് നല്ലപോലെ സംസാരിക്ക്. എന്തുണ്ടായിന്ന് ചോദിക്ക്. അതിനെന്താ പറ്റിന്ന് ചോദിക്ക് പോയിട്ട്. എന്തിനോട് പോണെന്ന് ചോദിക്ക്. ഇത്രയും പൈസ കിട്ടുന്ന ശമ്പളം ഒഴിവാക്കിട്ട് എന്തിനോട് പോണെന്ന് ചോദിക്കണം പോയിട്ട്. ഇപ്പൊക്കൊന്നുമില്ലല്ലോ. ഇപ്പൊക്കൊന്നുമില്ല. അല്ലെങ്കിൽ എന്നോട് കാനോട് എന്തെങ്കിലും പറയാ. എന്റെ കാനോട് എന്തെങ്കിലും പറഞ്ഞ ഞാൻ അതിനോട് എന്തെങ്കിലും വർത്താനം പറഞ്ഞ പിന്നെ എനക്ക് ഈ കുടുംബത്തെ യാതൊരു സ്ഥാനവും ഇല്ല. എനക്ക് എന്റെ മോനാന്നുള്ള പദവി ഉണ്ടല്ലോ അത് ഞാൻ ഒഴിവാക്കും ഞാൻ കേട്ടാ. ഈ മറക്കണ്ട. ഞാനിത് എന്ത് പറഞ്ഞിട്ട്? ഒന്നും പറയണ്ട. അന്റെ ഒക്കെ കാരണം കൊണ്ട് തന്നെയാണ്. അന്റെ ഇത്രയും വലിയ കാരണം കൊണ്ട് തന്നെയാണ് ആ ചങ്ങായി ഇത്രയും വലിയൊരു ഓപ്പറേഷൻ അതിന് ഉണ്ടായിട്ട് പോലും ചെയ്യാൻ നടക്കുന്നത്. ഇപ്പൊ ഒരു ഓപ്പറേഷൻ ചെയ്യടാ. ഈ ഒന്നും അറിയണ്ട. ഇതൊന്നും അറിയാൻ യോഗ്യനല്ലടാ. ഇതറിയാൻ യോഗ്യനല്ല. എങ്ങനെ പറയാനോട്? ഇതല്ല എന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞിട്ടാടാ അതിന് നാളെ ഡോക്ടറെ കാണിക്കാൻ പോണ അമ്മയിലേക്ക്. ഞാൻ പറഞ്ഞതാ എന്തേലും ഒന്ന് മേടിച്ച് ചോദിച്ചു നോക്കോ ഓനോട്. ഓനടുത്ത് പൈസ ഓർക്ക് ശമ്പളം കിട്ടിയതല്ല എനിക്ക് ഈ മാസം. എന്തെങ്കിലും തന്ന ഈ കുടുംബത്തേക്ക്? ഈ ഒന്നും തരണ്ട. ഈ അന്റെ കാര്യം നോക്ക്. അന്റെ ഉപ്പാക്ക് ചികിത്സക്കൊന്നും താഴെ. ഇപ്പൊക്കെ ഒന്നുമില്ല. ഞാനോട് ഒന്ന് പറയാക്ക് മനസ്സിൽ എത്രയാന്. ഇപ്പൊക്കെ എന്തെങ്കിലും അസുഖം വന്നിട്ട് വേണ മക്കൾ എന്തെങ്കിലും കൊടുക്കാന്? ഒരു മുട്ടായി പൊട്ട് കൊടുക്കാന്, ഒരു ഡ്രസ് മേടിച്ചെടുക്കാന്? ഇപ്പൊക്കെ എന്തെങ്കിലും അസുഖം വന്നിട്ട് വേണ? ഇത്രയും വലുതായിട്ട് എന്താ പറ്റിയേ?
ഒന്നുമില്ലടാ. ഏയ് എന്ന് പറ്റിയപ്പ ഒന്നും പറ്റിയിട്ടില്ല. സോറി എന്തിനാ കരയണേ? എന്നോട് പൊരുത്തപ്പെടുപ്പ സോറി അറിയാതെ പറ്റിപ്പോയത് സാറില്ല, ഈ കുഴപ്പമുണ്ടാക്കില്ല. ഉണ്ടാവും